ഹായ് ക്യൂട്ടീസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുഖത്ത് കുഴികൾ മാറ്റാനായിട്ടുള്ള വീഡിയോ ആയിട്ട്. അപ്പോൾ ഓപ്പൺ പോർസ് എങ്ങനെയാണ് ഈസി ആയിട്ട് തന്നെ മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കാൻ അതിന് പുതുതായിട്ട് ചാനൽ വന്നിട്ടുള്ള പ്ലീസ് താഴത്തോട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റ ഫോളോ ചെയ്യുക. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെന്ന് വെച്ചാൽ ക്ലെൻസ് ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലെൻസ് ചെയ്യുന്നത് ഡെഡ് സെൽസിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഡെയിലി ക്ലെൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സോ ഓപ്പൺ പോർസ് ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഈ നാളെ മുഖക്കുഴി പൊട്ടിക്കുന്നതിൻ്റെ അവിടെയാണ് ഇങ്ങനെ കുഴി പോലെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഒത്തിരി എണ്ണയൊക്കെ ഇല്ലേ, എണ്ണമയൊക്കെ ഉള്ള അതൊക്കെയാണ് ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടാണ് മുഖത്ത് ഓരോ കുഴികളൊക്കെ ആയിട്ടൊക്കെ അത് മാറുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കണമെങ്കിൽ ഡെഡ് സെൽസിനൊക്കെ എപ്പോഴും റിമൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് പാല് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യാം. എപ്പോഴും മുഖം ക്ലീനാക്കി വെക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പാലാണ്. അപ്പോൾ അതിലുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് നല്ലൊരു ക്ലെൻസറായിട്ട് നമ്മുടെ പാലെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ 2-3 മിനിറ്റ് ഇങ്ങനെ പാല് കൊണ്ട് ഇങ്ങനെ മുഖത്തുനിന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും എടുക്കുന്നത് പഞ്ചസാരയും വെളിച്ചെണ്ണയും. എനിക്ക് ആ ഒരു സ്ക്രബ്ബറാട്ടോ ഭയങ്കര ഇഷ്ടം. നല്ല നാച്ചുറൽ സ്ക്രബ്ബറാണ് അത് രണ്ടും. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ട് എടുക്കട്ടെ. 2 ഓരോ സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഓപ്പൺ പോർസ് ഉള്ള ഏരിയയിൽ മാത്രം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ആയിട്ടൊക്കെ വളരെ നല്ലതാണ്. പിന്നെ മുഖത്ത് കുഴികളിലേക്ക് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലേക്ക് ഡെഡ് സെൽസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. മുഖത്ത് മൊത്തം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഓപ്പൺ പോർസ് എവിടേക്കാണ് ഉള്ളത് അവിടെ ഒന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറാൻ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് നല്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഡെയിലി സ്ക്രബ് ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ 3 പ്രാവശ്യം സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. അതായത് 1.5 വിട്ട് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊരു 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി നമുക്കൊരു ഫേസ് പാക്ക് റെഡി ആക്കണം. അപ്പോൾ ഫേസ് പാക്ക് റെഡി ആക്കിയിട്ട് എടുക്കുന്ന ആര്യവേപ്പിൻ്റെ ഇലയാണ്. അത് 2-3 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ശരിക്കും ആര്യവേപ്പിൻ്റെ ഇലയുടെ നീരാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ചൊരു ഇതാണ് വേണ്ടത്. അപ്പോൾ അതിന് ഇനി അടുത്ത വേണ്ടത് കറ്റാർവാഴയുടെ ജെല്ലാട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അലോവേറ ജെല്ല് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു 1/2 സ്പൂൺ എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ഈ അലോവേറ ജെല്ല് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ടൈറ്റൻ ചെയ്തതിന് ഓപ്പൺ പോർസൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ മുഖക്കുരു മാറുമെന്ന് മാത്രമല്ല, ഈ ഓപ്പൺ പോർസിനൊക്കെ ആര്യവേപ്പിൻ്റെ ഇല വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ പോർസ് ഉള്ള ഏരിയയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. അതെന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആര്യവേപ്പിൻ്റെ ഇല നമ്മൾ മുഖത്ത് തേക്കാൻ നേരത്താണ് മുഖത്ത് കണ്ണിൻ്റെ അവിടെയൊക്കെ ഇതാണെങ്കിൽ നീറിട്ടും. അപ്പം മുഖത്ത് മൊത്തം തേക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ അലോവേറ ജെല്ലുള്ളതുകൊണ്ട് നമ്മുടെ മുഖം അങ്ങനെ നീർത്തില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ പോർസ് ഉള്ള ഏരിയയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ആൾക്കാർക്ക് ഓപ്പൺ പോർസ് ഉള്ളത് കവിളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഓപ്പൺ പോർസ് ഉള്ള ഏരിയയിൽ മാത്രം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തേച്ചിട്ടൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന നേരത്ത് നമ്മുടെ ഓപ്പൺ പോർസൊക്കെ ഒന്ന് ടൈറ്റായിട്ട് ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഓപ്പൺ പോർസ് നന്നായിട്ട് തന്നെ മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് മാറുന്നില്ല, ഒരാഴ്ച കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ചോദിക്കുന്നത്, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ടെസ്റ്റ് ചെയ്യാൻ. ബൈ.